ഒന്ന് അടങ്ങ്. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇല്ല, അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. വാലൈക്കും അസ്സലാം. ഉണ്ട്, പറഞ്ഞോളൂ. അതെങ്ങനെയാ? പറഞ്ഞോളൂ. ആരാണ്? അസ്സലാമു അലൈക്കും പറഞ്ഞാല് വലൈക്കും സലാം എന്ന് പറയണ്ടേ? പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ. പറഞ്ഞോ? കേട്ടില്ലേ? അതിന് ഞാൻ സലാം പറഞ്ഞിട്ടില്ലല്ലോ. സലാം ഞാനും ഉണ്ടെന്നാണല്ലോ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പറയാലോ. നിങ്ങൾ അനുഭവം വേണോ? ഇല്ലില്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മാത്രമാണ് വലൈക്കും സലാം. കാര്യം പറയൂ സുഹൃത്തെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ട്രാക്ക് തന്നെയാണ് പോകുന്നത്. കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശം? ഏത് ട്രാക്ക്? മുസ്ലിം വിരോധം. ഇസ്ലാം വിരോധം. എങ്ങനെ? സെയിം ട്രാക്ക്. ഇസ്ലാം വിരോധം. ഇസ്ലാം വിരോധം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ ഈ കണ്ടിന്യൂ ഞാൻ വിളിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണേ? കാരണം ഞാൻ മുസ്ലിം വിശ്വാസിയാണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? വേണം? അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. നിങ്ങള് മുസ്ലിം വിശ്വാസി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഇസ്ലാമിനെ വിമർശിക്കുന്നത് നിർത്തണോ? അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. അല്ല, നിങ്ങൾ ഇസ്ലാം വിശ്വാസം തുടങ്ങിയ എപ്പോഴാണെന്നോ? കൃത്യമായ സമയം വേണോ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. കൃത്യമായ സമയം വേണ്ട. ഏകദേശം ഒരു പ്ലാനിങ് എപ്പോഴും ഉണ്ടാവും, എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ തവണ പറഞ്ഞല്ലേ, നിങ്ങൾ ഇപ്പൊ വിളിച്ച കാര്യം പറയൂ. ഇത് പറഞ്ഞിട്ടില്ല. പേപ്പട്ടി മതമായതുകൊണ്ട്, ഇസ്ലാം പേപ്പട്ടി മതമായതുകൊണ്ട് ഞാനത് ചോദിക്കരുതായിരുന്നു. ഇസ്ലാമില് അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് സലാം ഇല്ല എന്ന് നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം എന്താ? അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. പ്ലാനിങ് ആണ്. ആർക്കാ വിരോധം ഉണ്ടായത്? നിങ്ങൾക്കാണോ എനിക്കാണോ? ഞാൻ അങ്ങനെ ഒരു മറ്റുള്ള ഒരു മതത്തെ പറ്റി ഇന്ന് വരെ എന്നാ നിങ്ങൾ എന്നെ വിളിച്ച സ്ഥിതിക്ക് എന്നെ ഒന്ന് അഭിസംബോധന ചെയ്യും, ഒന്ന് കാണട്ടെ. അയ്യോ അത് വേണ്ട. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. നമസ്കാരം എന്ന് പറയാം. അങ്ങനെയല്ല തുടങ്ങേണ്ടത്. പകരം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിരോധം പുറത്തേക്ക് ചാടുകയാണ്. ഇതാണ് പേപ്പട്ടി മതത്തിന്റെ കുഴപ്പം. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? ഈ പേപ്പട്ടി മതം എന്ന് പറയുന്ന അതിൽ തന്നെ നിങ്ങളെ കംപ്ലീറ്റ് വിദ്വേഷമില്ലേ? നിങ്ങൾ കാണിച്ചത് അതല്ലേ, പേപ്പട്ടി മതത്തല്ലേ കാണിച്ചത്. ഒരു അമുസ്ലിമിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നമസ്കാരം എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ് എന്തുവേണേലും പറയാലോ. ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ്? പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞായിരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അതെ, സലാം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ മുസ്ലിം വിരോധിയാണ്. മുസ്ലിം വിരോധിയോട് അങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങളെ ആര് പഠിപ്പിച്ചു? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. പഠിപ്പിച്ച അതിന്റെ സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ്. സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് അല്ല, അത് ഇസ്ലാമിലെ അധ്യാപനമാണ്. ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ അധ്യാപനം. അത് നിങ്ങൾക്കറിയോ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞു എന്നെ തിരുത്താൻ വരരുത് കേട്ടോ. സോറി അല്ല കുഞ്ഞിക്ക. ഇസ്ലാമിൽ അമുസ്ലിങ്ങളോട് സലാം പറയരുതെന്നാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കറിയോ? കറക്റ്റ് ആണല്ലോ. എന്ത് കറക്റ്റ്? എങ്ങനെ? മുസ്ലിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പൊ അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല. പറയണത് അങ്ങനെ ഒരു ചെറിയ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു സോഷ്യൽ മൈൻഡിൽ നമ്മൾ പറയരുത് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ പറയുന്നത്. എന്നാ നമ്മൾ ഹദീസ് എടുക്കുന്നു. ഹദീസ് എടുക്കുന്നു. നിങ്ങൾ ഹദീസ് എടുത്തിട്ട് നമ്മൾ പോണുള്ളൂ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഓടിയാലോ? നമ്മൾ ഹദീസ് എടുത്തിട്ട് പോവാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. 2 തവണ വിചാരിച്ചിട്ട് നടക്കാത്ത 3-ാമത്തിൽ നടത്താൻ പോണത്. ശരി, 30,000 തവണ വിളിച്ചിട്ടാണെങ്കിൽ ഇരുത്തും. നിങ്ങൾ 30,000 തവണ വിളിച്ചാൽ ഞാൻ ഇവിടെ കോടീശ്വരനാവും. അതാണ് ഉണ്ടാവാൻ പോണത്. Again, a non-Muslim with Assalamu alaikum is totally prohibited. കേട്ടല്ലോ? Totally, full stop. And if there was a Muslim and a Christian in the same place, I would say Assalamu alaikum, intending the Muslim, not the kafir. Yes. ഉസ്താദ് എന്താ ഇവിടെ പറഞ്ഞത്? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. പ്രോഹിബിറ്റഡ് ആണെന്ന് ഉസ്താദ് എവിടുന്നാ പറഞ്ഞത്? അത് ഉസ്താദല്ല, അത് യൂറോപ്യൻസിലെ ഏതൊരു യൂറോപ്യൻസിൽ ഉസ്താദ്. അപ്പൊ എന്താ ഈ മലയാളത്തിൽ പറഞ്ഞവർ മാത്രമേ ഉസ്താദാവുള്ളൂ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതന്നെ പറയണത്. നിങ്ങൾ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പോയി പഠിക്കുക. ഇസ്ലാമിൽ സലാം പറയുന്നത് ഹറാമാണ്. ഈ ഹറാമാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്റെ അടുത്ത് സലാം ഇല്ല എന്നെടുത്ത് പറഞ്ഞത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പുറത്തു വന്നത് എന്താണ്? നിങ്ങളുടെ ഈ പേപ്പട്ടി മതത്വമാണ് പുറത്തു വന്നത്. പേപ്പട്ടി മതത്വമാണ് പുറത്തു വന്നത്. മനസ്സിലായോ? അവന്റെ ആമയുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് കുഞ്ഞിരാമനാശാന് വിലക്ക് വന്നിരിക്കുക.
നിങ്ങൾ പോയി പഠിക്കൂ. നിങ്ങൾ ഇനി 30 അല്ല 50,000 അല്ല 72,000 തവണ വിളിച്ചാലും ശരി, ഇസ്ലാം പൊളിയും. ഇതല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ എന്നോട് അസ്സലാം വലൈക്കും എന്ന് പറ. അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടാ കുറച്ച് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറ. പന്നിവെള്ളം കുടിച്ചിട്ട് വാ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. സംരക്ഷണമാണോ സലാം? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറയാം. അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾ. സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം എന്താടാ? സലാം എന്ന വാക്ക് അങ്ങനെ സംഭവമില്ല. സലാം എന്ന് പറഞ്ഞ വാക്കില്ല. സലാം എന്ന വാക്കുണ്ട്, പക്ഷെ അതിൽ ഇസ്ലാമിൽ അങ്ങനെ സലാം എന്ന് സംഭവമില്ല. എങ്ങനെ? എന്ത് വിട്ടിത്തരാണ് ഇവൻ പറയുന്നത്? സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? പറയ്, എന്താന്ന് പറയാ. നിങ്ങളല്ലേ ഇതൊക്കെ പഠിച്ച് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്? പറയ്. സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയൂ. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. സലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ അതായത് മറ്റേ ഇതല്ലടാ, ഇവിടെ ഇപ്പോ ഒരാളെ നമ്മള് ഷെയ്ക്കാൻ ചെയ്യുമ്പോ പറയുന്നില്ലേ സലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും. സലാം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു താങ്ക്സ് എന്നൊക്കെ പറയുന്നത്. സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും. അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക്. ഇതിലെവിടെ അള്ളാഹു എവിടെ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന അള്ളാഹു എവിടെ? അന്ന് നിങ്ങൾ സലാമിന്റെ പറയും. നിങ്ങൾ പറഞ്ഞ എന്നെ പഠിപ്പിക്കാവുന്ന ആളല്ലേ, പറഞ്ഞു തരൂ. അല്ല നിങ്ങൾ പഠിപ്പിക്കാൻ അല്ല, ഞാൻ ചോദിക്കാൻ വന്നാണ് എന്ന് കരുതിക്കോളൂ. നിങ്ങൾ ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? എന്ത് പറ്റി മുതലാളി? ശരിയാവില്ല, അവൻ ചെട്ടിട്ടിരിക്കുന്നു. അതിന് മുതലാളിക്കെന്താ? ഞാൻ ഇട്ടിട്ടില്ലടാ. ക്ലിയർ ആയിട്ട് പറയൂ. അല്ല ഞാൻ ചോദിക്കാൻ വന്നാണ്. ഞാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് എനിക്ക് പഠിപ്പിച്ചു തരണം. എന്നാ ഞാനിപ്പോ ഇവിടെ കലിമയല്ലും. സലാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും. സലാം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. സലാം എന്നുള്ളൊരു വാക്കില്ല. സലാം എന്ന് പറഞ്ഞാൽ സലാം എന്ന് പറഞ്ഞ വാക്കില്ല. സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം എന്ന് പറഞ്ഞ വാക്കില്ലേ? സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സലാം ചൊല്ലി നമ്മൾ പറയുന്നില്ല. സലാം പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി നല്ലൊരു വാക്കാണ് അത്. അതെ, ഒരു സലാം എന്ന് പറഞ്ഞാൽ സലാം. അതെ, ആ വാക്കിനൊരു അർത്ഥം ഉണ്ടാവില്ല, അത് പറയൂ. റേഞ്ചിന്റെ ചെറിയ പ്രശ്നം. റേഞ്ചിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എനിക്ക് ശരിക്ക് കേൾക്കാം. നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ ഉടായ്പൊക്കെ കയ്യിലിരിക്കട്ടെ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറയൂ. മോനെ ഷഹീറെ കോയെ പറയൂ, സലാമിന്റെ അർത്ഥം എന്താന്ന് പറയൂ. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. അവിടെ വെച്ച് ചോദിച്ചിട്ട് പറയും. ലൈഫ് ലൈൻ വേണോ? ഇസ്ലാമിക ഒരു ഇതില് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അതെ, ആ സലാമിന് ഒരു അർത്ഥം ഉണ്ടാവില്ല, അത് പറയൂ. അതെനിക്കറിയില്ല, നിങ്ങൾ പറ. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സലാമിന്റെ അർത്ഥം നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ട് പോയാൽ മതി. നിങ്ങൾ എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ആളല്ലേ. എന്നെ 30,000 തവണ വിളിക്കുന്ന പറഞ്ഞ ആളല്ലേ. ഈ വാക്കിന്റെ അർത്ഥം പറയൂ. നിങ്ങൾ എന്നോട് സലാമു അലൈക്കും എന്ന് പറയാതിരുന്ന ആളല്ലേ. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. വേറൊരു ചോദ്യമുണ്ട്. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോവാം, അല്ലാതെ ഒരു ഉടായ്പ ഇവിടെ നടക്കില്ല. അത് പറഞ്ഞിട്ട് പോയാൽ മതി. നിന്റെ ഓരോ കളികളെ താന്താ കിടക്കുന്ന. നിങ്ങളെ ഞാൻ കുറച്ച് ഒരു റഫായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ നിങ്ങളെ ഒന്നിന്റെ മുകളിൽ പിടിച്ചു. അതൊന്നും നിങ്ങളെ റഫായി സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ അതൊന്നും എടുക്കണ്ട, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഞാൻ നീ അധികം അഭ്യാസം എടുക്കല്ലേ. നിനക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ അത് പറ. ചോദിച്ചാൽ ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങൾ എന്ത് റഫ്? ഇവിടെ കോയമാര് റഫാവണ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നിങ്ങളൊക്കെ അതിൽ ഭേദമാണ്. നിങ്ങളൊന്നും ഒരു റഫേ അല്ല. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. ഇതേ ഞാനിവിടെ സ്ക്രീനിൽ കാണാം. ഇനിയെങ്കിലും പറയും. നിങ്ങളുടെ ഇസ്ലാമിക് സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയി, അതുകൊണ്ട് എനിക്ക് അവിടെ കാണുന്നില്ല. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.